പ്രേംലാലെ, ഈ ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവർ ഇന്ത്യയിലുണ്ട്. അവിടെ കലാപം ഉണ്ടായതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ അവരുണ്ട്. അവർ തിരികെ പോകാൻ പോകുന്നു. എന്തുകൊണ്ട്? പല പല കാരണങ്ങളുണ്ട്. ഒരെണ്ണം, അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ പൊതുവെ അനുകൂലമാണെന്ന് അവർക്ക് തോന്നിക്കാണണം. മറ്റൊന്ന്, വൈകാരികമായ ചില കാരണങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ 2024 ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീന അവരുടെ സ്വന്തം രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. വേണമെങ്കിൽ അതിനെ ഒരു അഭയാർത്ഥിയായിട്ട് വന്നെന്നോ രാഷ്ട്രീയ അഭയാർത്ഥിയെന്നോ എന്ത് വേണേൽ വിശേഷിപ്പിക്കാം. പക്ഷേ ഇന്ത്യ അവരെ കണക്കാക്കുന്ന ഒരു അതിഥി എന്ന നിലയിലാണ്. അവർ സ്വമേധയാ ഇവിടെ വന്നു. ഒരു മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എന്ന നിലയിൽ അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. പക്ഷേ അന്താരാഷ്ട്ര തലത്തിലോ മറ്റ് സ്ഥലങ്ങളിലോ നമ്മളതിനെ ഒരു നയതന്ത്ര പരിരക്ഷയായിട്ട് വ്യാഖ്യാനിക്കാനായിട്ടുള്ള അവസരം കൊടുത്തിട്ടില്ല. അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. കാരണം അവർ മുൻ പ്രധാനമന്ത്രി ആണെങ്കിലും നിലവിൽ അവർ ബംഗ്ലാദേശിൽ കുറ്റം ആരോപിക്കപ്പെട്ട, വിധിക്കപ്പെട്ട, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ മറ്റൊരു രാജ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നയതന്ത്ര പ്രശ്നമാണ്. അപ്പോൾ അത് കുറ്റവാളികളെ കൈമാറുക എന്നുള്ള സാമാന്യ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിക്ക് വിരുദ്ധവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ആ രീതിയിലല്ല ആ കാര്യത്തെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ അറിയാമല്ലോ, ബംഗ്ലാദേശിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത, രാഷ്ട്രീയ മാറ്റം. അപ്പോൾ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ആ ഒരു നേതാവും അവരുടെ പാർട്ടിയായ അവാമി ലീഗും തമ്മിൽ ഇന്ത്യയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷെയ്ഖ് ഹസീന പോയിട്ട് മറ്റൊരാൾ വന്നാലും, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഭരിക്കുന്ന താരിഖ് റഹ്മാൻ മാറി വേറൊരാൾ വന്നാലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം തുടരും. പക്ഷെ ഈ കാരണത്തിന്റെ പേരിൽ ഷെയ്ഖ് ഹസീനയെ ഒരു നിർണായക ഘട്ടത്തിൽ സംരക്ഷിക്കാതെ അവരെ വേട്ടയാടാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു പക്ഷേ അതിന്റെ പേരിൽ ഇന്ത്യ ആരോപിക്കപ്പെട്ടേക്കാം. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് അഭയവും നൽകി, എന്നിട്ട് പിന്നെ അവർക്ക് വേണ്ട ജീവന്റെ സുരക്ഷയും സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി കൊടുത്തു. വേറെ ഒരു രാജ്യത്തും കിട്ടാത്ത ഒരു ഇതാണ് കൊടുത്തത് അല്ലേ? ഇന്ത്യയിലോട്ട് ധൈര്യമായിട്ട് അവർക്ക് വരാൻ വേണമെങ്കിൽ എങ്ങോട്ടേക്ക് വേണമെങ്കിലും പലായനം ചെയ്യാൻ. തീർച്ചയായിട്ടും. പക്ഷെ ഇന്ത്യയിലേക്കാണ് അവർ വന്നത്. അപ്പൊ നിലവില് ഇപ്പൊ അവര് കഴിഞ്ഞ ദിവസം ഒരു അന്തർദേശീയ മാധ്യമം റോയിട്ടേഴ്സിന് കൊടുത്തൊരു അഭിമുഖത്തില് അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം അവസാനത്തോടെ അവർ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പോകാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ, പ്രത്യക്ഷത്തിലുള്ളൊരു കാരണം ബംഗ്ലാദേശിലുണ്ടായ രാഷ്ട്രീയ മാറ്റം. ഇപ്പോൾ അറിയാമല്ലോ, അവിടെ ഉണ്ടായ വിദ്യാർത്ഥി കലാപം, പ്രക്ഷോഭം, അതിനെ തുടർന്ന് അവരുടെ ഗവൺമെന്റ് അസ്ഥിരപ്പെട്ടു. അതിനുശേഷം അവിടെ ഒരു താൽക്കാലിക ഭരണകൂടം വന്നു. അപ്പൊ ഈ കലാപത്തെ തുടർന്ന് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പൊതുജനം അവരുടെ ഔദ്യോഗിക വസതി അടക്കം കയ്യേറി, അവരുടെ അടിവസ്ത്രങ്ങൾ അടക്കം തെരുവിൽ പ്രദർശിപ്പിക്കുന്ന ഒരു അവസ്ഥ വരെ. അപ്പൊ അവരവിടെ പ്രാണരക്ഷാർത്ഥം ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ അതിനുശേഷം അവിടെ ഒരു താൽക്കാലിക ഭരണകൂടം അവിടെ ചുമതലയേറ്റു. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ അവർ ഈ അവിടുത്തെ ഒരു തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പിന്തുണയുള്ള ഒരു സർക്കാരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ അവരുടെ കയ്യിൽ ഷെയ്ഖ് ഹസീനയെ കിട്ടിയാൽ അവർ ഉറപ്പായിട്ട് അവരെ വധിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ ഇപ്പോ ആ താൽക്കാലിക ഭരണകൂടം പോയി. അവിടുത്തെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ അത്ര ഒരു ശക്തി കേന്ദ്രമല്ല. മറ്റൊരു പാർട്ടിയായ ബംഗ്ലാദേശ് BNP എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അവരാണിപ്പോ അവിടെ ഇപ്പോൾ അധികാരത്തിലുള്ളത്. താരിഖ് റഹ്മാനാണ് അതിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഖാലിദ സിയ എന്ന് പറയുന്ന ഒരു വനിതാ പ്രധാനമന്ത്രിയായിരുന്നു. മകൻ കൂടിയാണ് ഈ താരിഖ് റഹ്മാൻ. അപ്പോൾ നിലവിൽ ഈ താരിഖ് റഹ്മാന്റെ ഭരണകൂടം ഇന്ത്യയുമായിട്ട് അത്ര സുഖകരമല്ലെങ്കിലും മറ്റേ മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തെക്കാൾ ഭേദമാണ്. അപ്പൊ ഈ നിലവില് നമ്മുടെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ജീവഭയം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് അവര് അങ്ങോട്ടേക്ക് മടങ്ങാൻ ഇപ്പോൾ തീരുമാനിക്കുന്നത്. കൂടാതെ ഈ മുൻ ഭരണകൂടം ഉണ്ടല്ലോ, നമ്മുടെ മുഹമ്മദ് യൂനിസിന്റെ ഭരണകൂടം, ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ്. ഈ അവാമി ലീഗ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് രൂപീകരണത്തോളം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാർട്ടിയാണ്. ബംഗ്ലാദേശ് രൂപീകരണ പാകിസ്ഥാനുമായിട്ട് കലാപത്തിൽ ഏർപ്പെട്ട് ഇന്ത്യയോടൊപ്പം ബംഗ്ലാദേശ് വിമോചന പ്രസ്ഥാനം അതിനൊക്കെ നേതൃത്വം കൊടുത്തൊരു പാർട്ടിയാണ്. ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവും എനിക്ക് അദ്ദേഹത്തിന്റെ പേര് മുജീബുർ റഹ്മാൻ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അദ്ദേഹം രക്തസാക്ഷിയായതാണ്. പിന്നീട് അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയായതിനു ശേഷം അവിടെ രക്തസാക്ഷിയായ ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വൈകാരികമായ ബന്ധമുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക്. അപ്പോൾ ഈ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ നിരോധിത സംഘടനയാണ്. അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീനയുടെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ
തിരികെ അങ്ങോട്ടേക്ക് പോകുന്നത്. നിലവിൽ അവിടെ ഇപ്പോഴും അതിന്റെ നിരോധനം തുടരുന്നു. ഒരു പക്ഷേ ആ നിരോധനം പിൻവലിക്കപ്പെട്ടേക്കാം. പിന്നെ അവർ വൈകാരികമായി കാണുന്ന ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പൊ അവർക്ക് 78 വയസ്സായി. ഇനി എത്ര കാലം പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം മരിക്കുന്നെങ്കിൽ സ്വന്തം മണ്ണിൽ, തന്റെ പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ തനിക്കും മരണാനന്തര ജീവിതം ഉണ്ടാകണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ വൈകാരിക കാരണങ്ങൾ കൊണ്ടാണ് അവരിപ്പോ പോകുന്നത്. ഇപ്പൊ ഏതായാലും ബംഗ്ലാദേശ് ഭരണകൂടം ഇവരുടെ ഈ ഒരു തീരുമാനത്തോട് അനുകൂലമായൊരു പ്രതികരണമാണ് നൽകിയിരിക്കുന്നത്. ആദ്യം ഈ മുഹമ്മദ് യൂനിസിന്റെ ഭരണകൂടം ഇവരെ ഇന്ത്യ പുറത്താക്കണം, ഇന്ത്യ വിട്ടു നൽകണം എന്ന രീതിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇന്ത്യ അതിനോട് ആ രീതിയിൽ എന്താ പറയാ പ്രകോപനപരമായ ഒരു പ്രതികരണത്തിനൊന്നും പോയില്ല. എന്നാണോ ഷെയ്ഖ് ഹസീന ആഗ്രഹിക്കുന്നത് അന്ന് അവർക്ക് പോകാം. അതുവരെ അവരുടെ ജീവന്റെ സംരക്ഷണം ഇന്ത്യ ഉറപ്പാക്കും എന്നുള്ള നിലപാടാണ് എടുത്തത്. അവര് സ്വമേധയാ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, ഇന്ത്യ ആയിട്ട് അങ്ങനെ കൈമാറ്റം ചെയ്യില്ല എന്നൊരു നിലപാടാണ് എടുത്തത്. പക്ഷെ ഇപ്പോ ബംഗ്ലാദേശ് ഭരണകൂടവും ഇവരുടെ ഈ ആഗ്രഹത്തോട് വളരെ അനുകൂലമായൊരു പ്രതികരണം നടത്തുന്നു. അവർ മടങ്ങി വരട്ടെ. മടങ്ങി വന്നിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഒരു രസകരമായ ഒരു സംഗതിയുണ്ട്. അവിടെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ, അപ്പൊ ഇന്റർനാഷണൽ എന്നൊക്കെ കേൾക്കുമ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള എന്തെങ്കിലും കോടതിയായിരിക്കും. പക്ഷെ അല്ല, ബംഗ്ലാദേശ് ഭരണത്തിന്റെ കീഴിൽ തന്നെ 2010 ഹസീനയുടെ ഭരണകാലത്ത് തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു കോടതിയാണ്. അപ്പൊ ആ കോടതിയിലാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ വിചാരണ നടന്നത്. അപ്പൊ ഈ വിദ്യാർത്ഥി കലാപം നടന്ന സമയത്ത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന അതിനെ അടിച്ചമർത്താൻ വേണ്ടി നടത്തിയ നടപടികളിൽ നിരവധി പേരുടെ ജീവൻ പോയി. പിന്നെ ഇവർക്കെതിരെ വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ വന്നു. അപ്പൊ ഈ മരണത്തിനെല്ലാം ഉത്തരവാദി ഇവരാണ്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ വധശിക്ഷ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ വിധിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഇപ്പോഴുള്ള നിലവിലുള്ള താരിഖ് റഹ്മാന്റെ ഭരണകൂടത്തിന്റെ ഉപദേഷ്ടാവ്, അദ്ദേഹത്തിന്റെ പേര് സഹദ് റഹ്മാൻ, അദ്ദേഹം നടത്തിയൊരു പ്രതികരണമുണ്ട്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരട്ടെ, എന്നിട്ട് അവർ ഈ കോടതി നടപടികൾ നേരിടട്ടെ. മുമ്പ് ഇവര് വന്നാൽ അവരെ പിടികൂടി വധിക്കും എന്നുള്ളതായിരുന്നു ഒരു ലൈനെങ്കിൽ ഇപ്പോൾ പറയും കോടതിയിൽ വന്ന് അവരുടെ വാദമുഖങ്ങൾ ഉന്നയിക്കട്ടെ. ലോകത്തെ ഏറ്റവും മികച്ച അഭിഭാഷകരെ കൊണ്ടുവന്ന് അവർ അവരുടെ വാദം വാദിക്കട്ടെ. ഈ കോടതി നടപടിക്രമങ്ങൾ വളരെ സുതാര്യമാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരാം. അത് വേണമെങ്കിൽ തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്യാം. വീഡിയോ ടെലികാസ്റ്റിംഗ് അതിന് നടത്താം. അതിനുശേഷം വേണമെങ്കിൽ ഒന്നുകിൽ ഇവരുടെ ശിക്ഷ അത് സ്ഥാപിക്കപ്പെടാം, അല്ലെങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കാം. രണ്ടിനും സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്നു. ഈ മുൻകാലങ്ങളിൽ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുൻകാല വിധികൾ ഇത്തരത്തിൽ ഭേദഗതി ചെയ്യപ്പെട്ട ചരിത്രവുമുണ്ട്. അതുകൊണ്ട് ഇവർ ധൈര്യമായിട്ട് ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരൂ എന്നുള്ളൊരു നിലപാടാണ് ഇവരെടുത്തേക്കുന്നത്. അപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് പോകും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കാര്യം ഈ വർഷം ഡിസംബറോടുകൂടി അവർക്ക് ബംഗ്ലാദേശിലോട്ട് മടങ്ങി പോകണമെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അവര് ഈ അവാമി ലീഗ് എന്ന് പറയുന്ന അവരുടെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ചാൽ, അതിനുള്ള സാധ്യത അവർക്ക് കിട്ടുകയാണെങ്കിൽ ബംഗ്ലാദേശ് പഴയ ഒരു അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകും. പണ്ട് ഈ പറയുന്ന BNPയും അവാമി ലീഗും തന്നെയായിരുന്നു അവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ഷെയ്ഖ് ഹസീന ഭരിക്കുമെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ ഖാലിദാസിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ മാറി മാറി. അപ്പോൾ ആ ബംഗ്ലാദേശിന്റെ ആ ഒരു 2-2.5 വർഷം നീണ്ട ഒരു എന്താ പറയുക മോശം പീരീഡ് കഴിഞ്ഞ് ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് ആ രാജ്യം മടങ്ങി വരുന്നു. ഒരു പക്ഷേ ഷെയ്ഖ് ഹസീന കൂടി അങ്ങോട്ട് എത്തിയാൽ അവർക്ക് അവിടെ ഭയമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിച്ചാൽ ബംഗ്ലാദേശ് പൂർണ്ണ തോതിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ ജനാധിപത്യ വഴിയിലേക്ക് മടങ്ങിയെത്തും. പിന്നെ അവിടുത്തെ സൈന്യത്തിന്റെ നിലപാടും വളരെ നിർണായകമാണ്. ഈ ഇതിനു മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തിന് അവർ ഈ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ തീവ്ര നിലപാടുകളുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴും അവിടുത്തെ എന്താ പറയുക മിലിറ്ററി ലീഡർഷിപ്പിന് പൂർണ്ണ ഒരു പിന്തുണ ഭരണകൂടത്തിന് ഇല്ലായിരുന്നു. രണ്ടും രണ്ട് രീതിയിൽ തിരിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഒരു കർക്കശ നിലപാടിലേക്ക് പോകാൻ നിലവിലുള്ള ഭരണകൂടം തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം മിലിറ്ററി നിലപാടിനെ ആശ്രയിച്ചും കൂടി ഇരിക്കും. ഇപ്പോ ഷെയ്ഖ് ഹസീനയായിട്ട് ആത്മബന്ധമുള്ളവരും ഉണ്ടാകുമല്ലോ
ഈ സൈനിക തലത്തിൽ. അതെ. അപ്പൊ അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ പുതിയ സർക്കാരിനും എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഹസീന ഒരു ആത്മവിശ്വാസം കാണിക്കുന്നത്, ബംഗ്ലാദേശിലേക്ക് മടങ്ങി പോകാം, തന്റെ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുന്നത്. അവിടെ ചെന്നിട്ട് മറിച്ചാവൂലല്ലോ ഈ പറയുന്നവരൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ആ കാര്യത്തിൽ നമ്മൾ ഇപ്പോ ഷെയ്ഖ് ഹസീന മടങ്ങി പോകും എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് രണ്ടുപേരും ഭരണ പ്രതിപക്ഷ പാർട്ടികളായിരുന്നു. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ നിലനിൽപ്പ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യവുമാണ്. അപ്പൊ അതും കൂടി കണ്ടുകൊണ്ടായിരിക്കാം ആ കാര്യം. ഇപ്പൊ രഹസ്യമായിട്ട് അവർ ആ കാര്യത്തിൽ എന്തെങ്കിലും ധാരണ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അധികകാലം അവർക്ക് ഇനി ഇവിടെ ഇന്ത്യയിൽ തുടരാൻ സാധിക്കില്ല. അവർക്ക് അവരുടെ നാട്ടിലേക്ക് തന്നെ പോയിട്ട് അവരുടെ രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒക്കെ വീണ്ടെടുക്കാനായിട്ട് എത്ര കാലം എന്ന് വെച്ച് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പേടിച്ച് ഒരു അഭയാർത്ഥിയെ പോലെ കഴിയും. അതിന് അന്തരീക്ഷമൊക്കെ മാറിയല്ലോ. ഇനിയിപ്പോ പറയാമല്ലോ, ഇപ്പൊ അവിടെ പോയി അവരെ പിടികൂടി വധിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു വീരപരിവേഷമൊക്കെ കിട്ടുമല്ലോ, വേണമെങ്കിൽ ചിന്തിക്കാം, അങ്ങനെയും ചിന്തിക്കാം. ഏതായാലും ഷെയ്ഖ് ഹസീന അവര് പറഞ്ഞത് വാസ്തവമാണെങ്കിൽ ഈ വർഷം അവസാനത്തോടുകൂടി ഡിസംബർ അവസാനം ബംഗ്ലാദേശിലേക്ക് തന്നെ പോകും.